അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ തുടങ്ങിവെച്ച യുദ്ധം ലോകത്തെ പല രീതിയിൽ അതിഭീകരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കുള്ള മറുപടിയായി ഇറാൻ, UAE, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നടത്തിയ പ്രത്യാക്രമണങ്ങൾ കുടിവെള്ള സൗകര്യങ്ങളെ കൂടി ലക്ഷ്യം വെച്ചതോടെ ജനലക്ഷങ്ങളുടെ നിത്യജീവിതത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചത് മുതൽ അധികമാരും ചർച്ച ചെയ്യാതെ പോയ കുടിവെള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. അതിശക്തമായി ജലക്ഷാമം അനുഭവിക്കുന്ന കുവൈത്തും ബഹ്റൈനും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ യുദ്ധം എങ്ങനെ ബാധിച്ചുവെന്നും ഈ അവസ്ഥ തുടർന്നാൽ എന്താണ് ഇവരെ കാത്തിരിക്കുന്നതെന്നും വിശദമായി പരിശോധിക്കാം. WRI അഥവാ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനപ്രകാരം ലോക ജനസംഖ്യയുടെ 1/4 താമസിക്കുന്ന 25 രാജ്യങ്ങൾ അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുന്നവയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായി ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് പശ്ചിമേഷ്യ. അതിൽ തന്നെ ഏറ്റവും ജലക്ഷാമം അനുഭവിക്കുന്ന രാജ്യങ്ങൾ ബഹ്റൈൻ, സൈപ്രസ്, കുവൈത്ത്, ലെബനൻ, ഒമാൻ, ഖത്തർ എന്നിവയാണ്. ഈ പ്രദേശങ്ങളിലുള്ള ആകെ ജനസംഖ്യയുടെ 83% പേരും അതിതീവ്രമായ ജലക്ഷാമം അനുഭവിക്കുന്നവരാണ്. കണക്കുകൾ പ്രകാരം 2050 ഈ പ്രദേശത്തിൽ ജീവിക്കുന്ന 100% ആളുകളും ജലക്ഷാമം നേരിടേണ്ടി വരും. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ അതിനേക്കാൾ വേഗത്തിൽ ഈ രാജ്യങ്ങളെ ജലക്ഷാമത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മതിയായ കുടിവെള്ളം നൽകുന്ന ജലസ്രോതസ്സുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അറേബ്യൻ രാജ്യങ്ങൾ ഡീസാലിനേഷൻ പ്ലാന്റുകളെയാണ് കാര്യമായും ആശ്രയിക്കുന്നത്. അഥവാ കടൽവെള്ളം ശുദ്ധമാക്കിയാണ് ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളും ശുദ്ധജല ദൗർലഭ്യത്തെ മറികടക്കുന്നത്. കണക്കുകൾ പ്രകാരം ലോകത്ത് ഡീസാലിനേഷൻ ചെയ്യുന്ന വെള്ളത്തിൻ്റെ 40% ഉൽപ്പാദിപ്പിക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളാണ്. 400-ലേറെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഇതിനായി വ്യത്യസ്ത അറേബ്യൻ രാജ്യങ്ങളിലുണ്ട്. ഇനി ഓരോരുത്തരുടെയും കണക്കിലേക്ക് വന്നാൽ കുവൈത്ത് അവരുടെ കുടിവെള്ളത്തിൻ്റെ 90% കണ്ടെത്തുന്നത് ഡീസാലിനേഷൻ പ്ലാന്റുകളിലൂടെയാണ്. കൂടാതെ ഒമാൻ ഏകദേശം 86%, സൗദി അറേബ്യ ഏകദേശം 70%, UAE ഏകദേശം 42% അവരുടെ കുടിവെള്ളം കണ്ടെത്തുന്നത് ഡീസാലിനേഷൻ പ്രക്രിയയിലൂടെ തന്നെ. ഗൾഫ് മേഖലയിലെ 100 ദശലക്ഷത്തിലേറെ ആളുകൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഈ പ്ലാന്റുകളെയാണ് ആശ്രയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളിലും ശുദ്ധജലം വേണമെങ്കിൽ അതിന് ഡീസാലിനേഷൻ പ്ലാന്റുകൾ അനിവാര്യമാണ്. യുദ്ധം കനത്തപ്പോൾ മാർച്ച് ആദ്യവാരത്തിലും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിലും ആ ഡീസാലിനേഷൻ പ്ലാന്റുകളെയാണ് ഇറാൻ തകർത്തത്. ശുദ്ധജലത്തിന് വേണ്ടി 90% ഡീസാലിനേഷൻ പ്ലാന്റുകളെ ആശ്രയിക്കുന്ന കുവൈത്തിലും ബഹ്റൈനിലും UAEയിലുമെല്ലാം ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഇറാൻ ആക്രമിച്ചിരുന്നു. ശുദ്ധജലം കണ്ടെത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത രാജ്യങ്ങളെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ജനലക്ഷങ്ങൾ അതിഭീകരമായ ശുദ്ധജലക്ഷാമം അനുഭവിച്ചിട്ടുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. അക്രമത്തിലൂടെ ഈ രാജ്യങ്ങളുടെ വെള്ളം കൂടി മുടങ്ങുന്നത് മാത്രമല്ല, ഭക്ഷണം, ഊർജം, ആരോഗ്യമേഖല എന്നിവ കൂടി സ്തംഭിക്കുക കൂടി ചെയ്യും. കൃത്യമായി പറഞ്ഞാൽ ഡീസാലിനേഷൻ പ്ലാന്റുകളെ ലക്ഷ്യം വെച്ചുള്ള അക്രമം ഇങ്ങനെ തുടർന്നാൽ അറേബ്യൻ രാജ്യങ്ങൾ ഏറ്റവും ഭീകരമായ തകർച്ചയാവും നേരിടേണ്ടി വരിക. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാനിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല എന്നതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം. കടുത്ത വരൾച്ചയും ഭൂഗർഭജല ശോഷണവും നേരിടുന്ന രാജ്യമാണ് ഇറാൻ. ജലക്ഷാമത്തെ തുടർന്ന് അവിടെയുള്ള ജനങ്ങൾ കുടിവെള്ളത്തിനായി വർഷങ്ങളായി പ്രതിഷേധങ്ങൾ നടത്തിവരികയാണ്. ഇറാനിൽ ഈ വർഷം ജനുവരിയിൽ പോലും ജലക്ഷാമം മൂലമുള്ള ഭക്ഷ്യവില വർധനയുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഇറാനിലെ ശുദ്ധജല ലഭ്യതയെ ചെക്ക് വെക്കുന്ന അക്രമങ്ങൾ അമേരിക്കയോ ഇസ്രായേലോ നടത്തിയാൽ ഇറാൻ ജനതയെ കാത്തിരിക്കുന്നതും അറേബ്യൻ രാജ്യങ്ങളുടെ സമാന ഭീകരാവസ്ഥ തന്നെ. പരിശോധിച്ച് വരുമ്പോൾ ജലസൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഏത് പക്ഷക്കാർ ആക്രമണം നടത്തിയാലും വരാനിരിക്കുന്ന അവസ്ഥ അതിഭീകരമായിരിക്കും. അത് ഇറാനിലായാലും അറേബ്യൻ രാജ്യങ്ങളിലായാലും വ്യത്യാസമില്ല. ജനലക്ഷങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിൽ ആക്രമണം നടത്തുന്നത് ശക്തമായ മനുഷ്യാവകാശ ലംഘനവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ്. അത് മനസ്സിലാക്കാതെയുള്ള അക്രമങ്ങൾ തുടരുകയാണെങ്കിൽ ഇരുകൂട്ടരെയും കാത്തു നിൽക്കുന്നത് അതിഭീകരമായ ദിനങ്ങളായിരിക്കും.